നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുധീഷ് ആകെപ്പാടെ പെട്ടുപോയി. ഗായത്രിയുടെ വീട്ടില് ബർത്ത്ഡേ ആഘോഷിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സുധീഷിനെ ആണെങ്കിൽ കാമുകൻ എന്നുള്ള രീതിയിലാണ് ഗായത്രി പരിചയപ്പെടുത്തുന്നത്. ദൈവമേ, പെട്ടോ, ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റുമെന്നൊരു ചിന്തയായിരുന്നു. ഇവളെന്താ ഇങ്ങനെ? താനൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇവളുടെ മനസ്സിൽ താൻ കാമുകനാണ്. പോരാത്തതിന് ഇവളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇവളുടെ ലവറായിട്ടാണ് തന്നെ കാണുന്നത് പോലും. അങ്ങനെ സുധീഷ് എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുമ്പോഴത്തേനും ഗായത്രി പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ട്, നമുക്കെല്ലാം ഫുഡ് കഴിക്കണമെന്ന് വെച്ചു. അതിന് മുമ്പ് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കണ്ടേ, ബിയർ കുടിക്കാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ബിയർ പൊട്ടിക്കണം. അപ്പോഴേക്ക് സുധീഷ് വെച്ച് ബിയറോ? പിന്നല്ലാതെ ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ. പെട്ടെന്ന് സുധീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കൂട്ടുകാരന്മാരിൽ ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ അടുപ്പത്തിലായെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധീഷിന് എന്തും മറുപടി പറയാനും നടത്തില്ല. ഗായത്രി പറഞ്ഞു, അതോ ഒരു തവണ ഞാൻ സുധീഷേൻ്റെ കാലിൽ കയറിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഓട്ടം വിളിച്ച് പോയതാ. പക്ഷേ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. സുധീഷേട്ടൻ എന്ത് ചെയ്തു, അതവിടെ ഞാൻ ഇറങ്ങിയ സ്ഥലത്തുള്ളൊരു കടയിൽ കൊടുത്തിട്ട് പോയി. എനിക്ക് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായി. ഇത്ര കെയറിങ്ങോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ടാക്സി ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഒരു നിമിഷം സുധീഷ് അന്തം വിട്ടുപോയി. പിന്നീട് ഗായത്രി പറഞ്ഞു, അതുമാത്രമല്ല, പിന്നീട് ഞാൻ സുധീഷേട്ടനെ കാണുന്ന ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അവിടെ സുധീഷേട്ടൻ്റെ കസിൻസൊക്കെ വരും. പക്ഷെ ആ സമയത്ത് അവരൊന്നും മൈൻഡ് ചെയ്യാതെ എന്നോട് വന്ന് സംസാരിക്കും. ഞാൻ ചോറുണ്ടോ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചോ, എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്, എന്തൊക്കെയാണ് കോളേജ് വിശേഷങ്ങൾ, ഭയങ്കര കെയറിങ്ങാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായ. പിന്നെ സുധീഷേട്ടൻ എപ്പോഴും എന്നെ വിളിക്കും. ദൈവമേ, പണി പാളിയെന്നാ തോന്നുന്നേ. പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, ഗായത്രി ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. സുധീഷ് അങ്ങോട്ട് ഇറങ്ങി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. സുധീഷ് പുറത്തിറങ്ങിയിട്ട് ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്, ഓടിപ്പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഗായത്രിയുടെ കോള് വരുവാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, പണി പാളും. സുധീഷ് പെട്ടെന്ന് അതിനെ വീട്ടിലേക്ക് തിരികെ പോരുക. അതേ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും ആഹാരം കഴിക്കാണ്ടിരിക്കുമായിരുന്നു. നികേഷ് ചോദിച്ചു, അല്ല സുധീഷേണ്ണ വേണ്ടായിരിക്കും, സുധീഷേണ്ണ ഇന്ന് ബർത്ത്ഡേക്ക് പോയതല്ലേ, അവിടുന്ന് കഴിച്ചിട്ടോ വരത്തുള്ളായിരിക്കും. സുഭാഷ് പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ അവന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ എന്നൊക്കെ പറഞ്ഞു. വെക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അത് ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പം ദോശ മുട്ട റോസ്റ്റും കൂടെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സുധീഷ് അങ്ങോട്ട് പെട്ടെന്ന് കയറി വരുന്നേ. ഇത്ര ഇവിടുത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു എന്ന് നികേഷ് ചോദിച്ചു. അങ്ങനെ സുധീഷ് വന്നിട്ട് കഴിക്കാനിരിക്കുമ്പോഴത്തേനും നികേഷ് ചോദിച്ചു, ഇതെന്തിനാ സുധീഷേട്ട കഴിക്കാൻ വരുന്നേ? അല്ല സുധീഷേട്ട ഫുഡ് കഴിച്ചില്ല എന്ന് ചോദിച്ചു. എവിടുന്ന്? അല്ല ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിട്ട് അവിടുന്ന്. ഓ ഞാൻ കഴിച്ചൊന്നുമില്ല. അതെന്താ? സുഭാഷാണ് ഇവിടെ നമുക്കെല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുമെന്ന് എനിക്കറിയാം, പിന്നെ അത് വേസ്റ്റ് ആക്കണം. സുഭാഷേട്ട കൈപ്പുണ്യം നല്ലതല്ലേ, ഇത്ര നല്ലൊരു ഫുഡ് വേറെ എവിടുന്നേലും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, എന്തോ സോപ്പിടിലാണല്ലോ സുഭാഷേട്ട, ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, എന്തോ പണിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടുന്ന് ഫുഡൊന്നും കിട്ടി കാണത്തില്ല, ചിലപ്പോൾ ബർത്ത്ഡേക്കും പോയി കാണത്തില്ല. നികേഷ് പറഞ്ഞു, അത് ശരിയാ ഹരീഷേട്ടാ, പിന്നെ ഗായത്രിയോട് വിളിച്ചു ചോദിച്ചു നോക്ക് ഞാൻ ബർത്ത്ഡേക്ക് ചെന്നോ ഇല്ലയോ എന്നൊക്കെ, പിന്നെ ഞങ്ങൾക്ക് അതല്ലേ തൊഴിൽ എന്ന് ഹരീഷ് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, മിണ്ടാതിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് സുധീഷിനൊരു പ്ലേറ്റ് വെച്ച് അതിനകത്തേക്ക് ദോശ ഇതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി സംശയത്തോടു കൂടി നോക്കി. എന്തോ ഒരു പന്തികേട് എവിടെയോ തോന്നുന്നുണ്ട്. പിന്നീട് സുഭാഷ് ബർത്ത്ഡേയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്, ആരുടെ ബർത്ത്ഡേ എന്നൊക്കെ. പക്ഷേ സുധീഷ് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത്തിരി കഴിഞ്ഞ് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് തോരൻ തരാൻ പറഞ്ഞു. തോരനോ? ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. സുഭാഷ് പറഞ്ഞു, എടാ തോരനൊന്നും ഇല്ല, നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദോശ മുട്ട റോസ്റ്റോ ഞാനിതായിരുന്നു ഉണ്ടാക്കിയത്. ഓ ഇതാണല്ലേ, അതെ അവസാനത്തെ കുറച്ച് കറി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അത് നിനക്ക് തന്നത്, നീ കഴിച്ചിട്ട് വരുമല്ലോ എന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പിന്നെ നിനക്കായിട്ട് കരുതിയില്ല, ഉള്ളത് ബാക്കി നിന്റെ പ്ലേറ്റേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഓ ശരിയാ, ഞാനത് കണ്ടില്ല എന്നും പറഞ്ഞ് വീണ്ടും കഴിക്കണം. നികേഷ് ഹരീഷും ഒക്കെ പരസ്പരം നോക്കി. എന്തോ ഒരു പന്തികേട് അവർക്കും തോന്നി. പതിവ് പോലെയൊന്നും അല്ല സുധീഷിന്റെ പെരുമാറ്റം. അപ്പോഴേക്ക് സുധീഷിന്റെ ഫോൺ ബെല്ലടിച്ചു. നോയപ്പോഴേക്കും ഗായത്രിയാ. സുധീഷ് കോൾ എടുത്തില്ല. നികേഷ് നോക്കിട്ട് പറഞ്ഞു, ദേ സുധീഷേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ഗായത്രിയാണല്ലോ, കോൾ എടുക്ക്. ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു.
വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. എടുക്ക് സുധീഷേട്ടാ, സുധീഷേട്ടൻ എന്തൊരു താമസം, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഓ അങ്ങനെ. അതെ, ഞാൻ അവിടെ ചെന്നിട്ട് പോന്നായിരുന്നു, ഫുഡ് കഴിക്കാൻ എന്നെ നിർബന്ധിച്ച. അപ്പം ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു പെട്ടെന്ന് പോന്നു. അപ്പം അത് എന്തിനാണെന്നറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിലൊരു സംശയം ഉണ്ടായി, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ലല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നിധി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. നികേഷ് ഒന്ന് സുഭാഷിനെ വട്ടം കയറി പിടിച്ച് സുഭാഷിനെ ഒന്ന് കൊഞ്ചിക്കുമ്പോഴത്തേനും സുഭാഷ് ചോദിച്ചു, എന്താടാ ഏതെങ്കിലും പേപ്പറിന് നിനക്ക് മാർക്ക് വല്ലതും കുറഞ്ഞോ? പോ ഈ സുഭാഷിൻ്റെ ഒരു കാര്യം അല്ല, സാധാരണഗതിയിൽ അങ്ങനെയാണ് നീ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറെ വല്ല സൈൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി കടന്ന് ചിരിക്കുവാണ്. ഈ സുഭാഷിയോട് ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നികേഷ് നിൽക്കുക. നിധിയുടെ ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ നിധി പെട്ടെന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്നു. ദിവ്യായിരുന്നു. എപ്പോഴാണ് ചെല്ലുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അതെ, ഞാൻ നേരത്തെ ഇറങ്ങും, നേരത്തെ വന്നേക്കാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് കാറിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഭാസ്കരൻ അവിടെ നിന്ന് ചുമയ്ക്കുന്ന കേട്ടത്. അവിടെ കിടക്കുവാണ് ഭാസ്കരന്. എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഇത് പതിവില്ലാത്ത ആളല്ലോ. സാധാരണ എഴുന്നേറ്റ് വരുമ്പോൾ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരിക്കും. ഇന്ന് എന്ത് പറ്റി? നല്ല ചുമയുണ്ട്. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. നിധി പറഞ്ഞു, സുധീഷ് എന്തൊരു പ്രശ്നമൊന്നും തോന്നില്ല, അച്ഛന് വയ്യാന്ന് തോന്നില്ലോ എന്ന് പറഞ്ഞു. ഓ അതൊക്കെ സർവ്വസാധാരണ അവിടെ എന്ന് പറഞ്ഞു. അച്ഛൻ ഇച്ചിരി കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും, അത് മൈൻഡ് ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിധിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നിധി പെട്ടെന്ന് സുധീഷിനെ വിളിക്കുകയാണ്. അല്ല, സുധീഷിനെ സുഭാഷിനെ വിളിച്ചു. സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. എന്താ നിധി? അതെ, അച്ഛന് വയ്യാന്ന് തോന്നിയെന്ന് പറഞ്ഞു. വയ്യായോ? അതെ. പനിയുണ്ടോയെന്നൊരു സംശയം, ചുമയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ചിലപ്പോഴേ ഇന്നലെ മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നികേഷ് ചോദിച്ചു, സുഭാഷ് ചേട്ടൻ ഇന്നെന്താ കഴിക്കാനായിട്ട്? അതെ, ദോശയും ചമ്മന്തി. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, ഈ ദോശയും ചമ്മന്തി മാത്രമുള്ളോ, ഇവിടെ വേറൊന്നും ഇല്ലേന്ന് ചോദിച്ചു. നിധി അടുക്കളയിലുണ്ടെന്നുള്ള കാര്യം മറന്നുപോയിരുന്നു. നിധി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, ഇഷ്ടമുള്ള വിഭവം കടയിൽ പോയി മേടിച്ച് കഴിച്ചോ, ഇവിടെ അതൊക്കെ ഉള്ളൂ, കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി. അയ്യോ, അവൾ അടുക്കളയിലുണ്ടായിരുന്നു, അത്ര ഓർത്തില്ല. പെട്ടെന്ന് സുധീഷ് അകത്തേക്ക് വന്നു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, വൈകുന്നേരം എന്താ? അല്ല, ഉച്ചയ്ക്ക് എന്താ സുഭാഷ് ചേട്ടാ? ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് സാമ്പാറുണ്ട്, പിന്നെ ആലു ഫ്രൈ ഉണ്ട്. ആലു ഫ്രൈയോ? കണ്ടോ സുഭാഷ് ചേട്ടൻ വന്ന മാറ്റം കണ്ടോ? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഉരുളക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പോൾ ആലുവായി. അത് കേട്ടോണ്ട് ഹരീഷും കൂടെ വരുന്നത്. ഹരീഷാണിത് കേട്ടല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇനിയിപ്പോൾ ചപ്പാത്തിയും ആലു ഫ്രൈയും ഒക്കെ കാണത്തുള്ളൂ. അതൊക്കെ ആയിരിക്കും ചാന്ദിനി ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നേ. ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു നാട് വിട്ടു പോകത്തുള്ളൂ. സുഭാഷ് ചേട്ടാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ സുഭാഷിനിട്ട് കളിയാക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം സുഭാഷ് എടുത്തു വെച്ചു. അപ്പോഴേക്കും നിധിയും കൂടെ കൂടി ബാക്കി ജോലിയെല്ലാം തീർത്തു. നിധി ഹാളിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും ഭാസ്കരൻ കിടന്ന് ചുമക്കുന്ന കേട്ടു. നിധി പോയി തൊട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല പനിയുണ്ട്. പിന്നെ സുഭാഷ് എന്നെ വിളിച്ചു, സുഭാഷ് ചേട്ടാ നമുക്ക് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ? വാ അച്ഛ, ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. സുഭാഷ് ചേട്ടാ എങ്കിലും എന്തെങ്കിലും മെഡിസിൻ ഇരിപ്പുണ്ടോയെന്ന് ചോദിച്ചു, പനിയുടെ എന്തെങ്കിലും. അങ്ങനെ സുഭാഷ് മെഡിസിൻ എടുത്തു കൊടുത്തു. നിധിയുണ്ട്, അതുകൊണ്ടേ കൊടുത്തു. അങ്ങനെ ഭാസ്കരൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിധി അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ വെച്ചു. അതെ, ഇതൊക്കെ കഴിക്കണം, ഗുളിക മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഞാൻ വൈകുന്നേരം നേരത്തെ വരാട്ടോ, വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, മോള് ധൈര്യമായിട്ട് വെക്കോ, ഞാൻ നോക്കിക്കോളാം അച്ഛൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് 2-3 വട്ടം കൂടെ പറഞ്ഞു നിധി, അച്ഛാ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സുധീഷ് പോകുന്നുണ്ടായിരുന്നില്ല. ഇതെന്ത് പറ്റി സുധീഷ് പോവാതെ ഇവിടെ ഇരിക്കുന്നത്? നിധി നികേഷിനോട് ചോദിച്ചു, എന്താടാ ഇന്ന് വണ്ടി സ്റ്റാൻഡിൽ തന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന, പോകുന്നില്ലേന്ന് ചോദിച്ചു. സുഭാഷ് ചോദിച്ചു, വണ്ടി സ്റ്റാൻഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നോ? അതെ, സുധീഷേട്ടൻ്റെ ഉദ്ദേശ, അല്ലെങ്കിൽ സുധീഷേട്ടൻ ഈ സമയത്തെ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അത് ശരിയാ, ബസ് സ്റ്റോപ്പിൽ പോയി മണി അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെന്താ പോവാത്തെ? പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ പോവാത്തെ, എൻ്റെ ആളിന്ന് വരത്തില്ലേ? അതെ, ഫോൺ വിളിച്ചു പറഞ്ഞു വരത്തില്ലാന്ന്. എൻ്റെ ആളില്ലാത്തപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പോകുന്നേ? നിധിയെ നോക്കിക്കൊണ്ടാണത് പറയണേ. നിധി മൈൻഡ് ചെയ്തില്ല. സുഭാഷ് ചേട്ടൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ നികേഷും നിധിയും കൂടെ അങ്ങോട്ട് പോയി. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഗായത്രി ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കും തോന്നുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. ഇത്രയൊന്നും വിചാരിച്ചൊന്നും അല്ല കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗായത്രിയുടെ കോള് വീണ്ടും വന്നു. അങ്ങനെ സുധീഷ് കോളെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഗായത്രി നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്,
പക്ഷെ നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ ഫ്രണ്ട്സിന് മുന്നിൽ വെച്ച ഞാൻ ലവറാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞോട് സുധീഷ് ദേഷ്യപ്പെടുവാണ്. ഗായത്രിക്കാണ് സങ്കടം വന്നു. സുധീഷ് ചതിച്ചെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.